ഹലോ ഫ്രണ്ട്സ്, ലിബേർഷ്യ അക്കാഡമിയുടെ ഒരു എഡിറ്റോറിയൽ ഡിസ്കഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ട് പ്രധാനപ്പെട്ട ടോപ്പിക്കുകളാണ്. ഒന്നെന്ന് പറയുന്നത് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടിനെ പറ്റിയും അതുപോലെ തന്നെ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് യൂണിഫോം സിവിൽ കോഡിനെ പറ്റിയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഹിന്ദു എഡിറ്റോറിയൽ വന്ന രണ്ട് എഡിറ്റോറിയലിനെ പറ്റിയാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ എന്ത് ചെയ്യാൻ പോകുന്നത്, ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കതിൽ ആദ്യത്തെ ടോപ്പിക്കിലേക്ക് കടക്കാം. ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത് RTI ഈസ് നൗ ദി റൈറ്റ് ടു ഡിനേ ഇൻഫർമേഷൻ എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിളാണ്. ഈ ആർട്ടിക്കിൾ GS പേപ്പർ 2-ൻ്റെ അകത്ത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. UPSC KS പരീക്ഷയിൽ നോക്കുന്നവർക്ക് ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഈ RTI എന്ന് പറയുന്നത്, അഥവാ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസിനെ പറ്റി നോക്കാം. എന്താണ് RTI ആക്ട് അല്ലെങ്കിൽ വിവരാവകാശ നിയമം എന്താണെന്നാണ് നോക്കാൻ പോകുന്നത്. വിവരാവകാശ നിയമം 2005 നിലവിൽ വന്നത്. RTI നിയമം അനുസരിച്ച് അന്നത്തെ കാലത്ത് ഇത് നിലവിൽ വരുമ്പം വളരെയധികം പ്രചാരത്തിൽ വന്നിട്ടുള്ളൊരു നിയമമാണ്. ഈ നിയമത്തിൻ്റെ അകത്ത് പൗരന്മാർക്ക് എന്താണ് കൂടുതൽ കേന്ദ്രത്തെ പറ്റിയും അല്ലെങ്കിൽ സർക്കാരിനെ പറ്റിയും അറിയാനുള്ള ഒരു അവകാശമാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു നിയമത്തിലൂടെ തരുന്നത്. പൗരന്മാരെ ശക്തിപ്പെടുത്താനും അതുപോലെ തന്നെ ഭരണത്തിൻ്റെ അഴിമതി ഇല്ലാതാക്കാനും ഇതൊരു പ്രധാന ഉപാധിയായിട്ടാണ് എന്ത് ചെയ്തിരുന്നത്, കരുതിയിരുന്നത്. പൗരന്മാർക്ക് സർക്കാർ വിവരങ്ങൾ ലഭ്യമാക്കുന്നതിന് ഈ RTI നിയമം എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു നാഴികക്കല്ലായിട്ട് മാറിയിട്ടുണ്ട്. പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്നുള്ള വിവരങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, 30 ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്യാം, ലഭിക്കാൻ ഈ ഒരു നിയമം വഴി നമുക്ക് സാധിക്കും. കൂടാതെ വിവരങ്ങൾ നമുക്ക് അഥവാ നിഷേധിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അപ്പീൽ നൽകാനും ഈ ഒരു നിയമം എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു നിയമസാധുത നമുക്ക് തന്നിട്ടുണ്ട്. അതേ കണക്കിന് നിയമം നൽകാൻ വൈകിയാൽ ആ നിയമം നൽകേണ്ട ഇൻഫർമേഷൻ ഓഫീസർക്ക് എന്ത് ചെയ്യാം, പിഴ ഈടാക്കാനും അവർക്കെതിരെ പിഴ ഈടാക്കാനും നമുക്ക് സാധിക്കും. ഇതാണ് ഈ ഒരു നിയമത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അതേ സമയം ഈ ഒരു ആർട്ടിക്കിളിൻ്റെ ഈ ഒരു നിയമത്തിൻ്റെ സെക്ഷൻ 8 പ്രകാരം എന്ത് ചെയ്യാം, നിയമം നിഷേധിക്കാൻ ഏതൊക്കെ ഏരിയയിലാണ് ഈ ഒരു വിവരങ്ങൾ നൽകുന്നതിൽ നിന്നും മാറ്റിയിട്ടുണ്ടെന്നും ഇതിൻ്റെ അകത്ത് ഈ ഒരു നിയമത്തിൻ്റെ അകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇതെന്ത് ചെയ്തിട്ടുണ്ട്, ഒരു 2006 കാലഘട്ടത്തിൽ ഇതിലൊരു ഭേദഗതി കൊണ്ടുവരാനൊക്കെ നോക്കിയിട്ടുണ്ട്. പക്ഷേ ജനപ്രക്ഷോഭം കാരണം ഇതെന്ത് ചെയ്തിട്ടുണ്ട്, ആ ഒരു ഭേദഗതി മാറ്റിയിട്ട് 2008 ഈ ഒരു നിയമം ഭേദഗതി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ആർട്ടിക്കിളിൻ്റെ അകത്ത് പ്രധാനമായിട്ട് എന്താണ് പറയുന്നത് എന്ന് നോക്കുമ്പോഴത്തേക്ക് RTI കമ്മീഷനുകൾ പൊതുജനങ്ങൾക്ക് സൗകര്യമായ രീതിയിലാണ് കൊണ്ടുവരുന്നതെങ്കിലും അതിലുള്ള തലവന്മാരെന്ത് ചെയ്തു, വിരമിച്ച ബ്യൂറോക്രാറ്റുകളാണ്. അപ്പോൾ അവർ പല സമയത്തും ഈ ഒരു നിയമം എന്ത് ചെയ്തിട്ടുണ്ട്, പല രീതിയിലും വളച്ചൊടിക്കാൻ നോക്കിയിട്ടുണ്ട്. അതായത് വിവരങ്ങൾ നൽകാതെ വരികയും അങ്ങനെയുള്ള പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് 30 ദിവസത്തിനുള്ളിലാണ് എന്ത് ചെയ്യേണ്ടത്, വിവരങ്ങൾ നൽകേണ്ടത്. പക്ഷേ ആ ഒരു പല വിവരങ്ങളും വിവരാവകാശ കമ്മീഷൻ വർഷങ്ങളോളം നീട്ടി ആ ഒരു കേസുകൾ നീട്ടിക്കൊണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ആർട്ടിക്കിളിൻ്റെ അകത്ത് ഇതിനെപ്പറ്റി പറയുന്നതെന്ന് വെച്ചാൽ RTI ആക്ടിനെ എന്ത് ചെയ്തിട്ടുണ്ട്, റൈറ്റ് ടു ഇൻഫർമേഷന് പകരം റൈറ്റ് ടു ഹിസ്റ്ററി ആക്കി മാറ്റിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതായത് ഒരു നിയമത്തിൽ അല്ലെങ്കിൽ ഈ RTI നിയമത്തിൻ്റെ കീഴിൽ ഒരു വ്യക്തിക്ക് വിവരങ്ങൾ കിട്ടാൻ വേണ്ടി അയാൾ കുറേ നാൾ ഇതിൻ്റെ പിറകെ നടക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഇതിനെ റൈറ്റ് ടു ഹിസ്റ്ററി എന്ന് ഈ ഒരു ആർട്ടിക്കിളിൻ്റെ അകത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു സെക്ഷൻ 8 പ്രകാരം വിവരങ്ങൾ നിഷേധിക്കുന്ന ഏരിയകൾ അല്ലെങ്കിൽ വിവരങ്ങൾ നൽകുന്നതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ള ഏരിയകൾ പറഞ്ഞിട്ടുണ്ട്. അതൊരു ലൂപ്പ് ഹോളായിട്ട് എടുത്തിട്ടാണ് ഈ ഒരു വിവരം നൽകുന്നത് കുറേ നാൾ താമസിപ്പിക്കാൻ ചെയ്തത്. അതാണ് ഇതിൻ്റെ അകത്ത് പ്രധാനമായിട്ട് പറയുന്നത്. അപ്പോൾ ഇത് പ്രകാരം 2011 സുപ്രീം കോടതി ഒരു കേസുണ്ടായിരുന്നു. CBSE വേഴ്സസ് ആദിത്യ ബന്ദോപാധ്യായ ഒരു കേസ് പ്രകാരം എന്ത് ചെയ്തു, അധികാരങ്ങളെ എന്ത് ചെയ്തിട്ടുണ്ട്, ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഒരു രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ചിത്രീകരിച്ചിട്ടുണ്ട്. അതേ കണക്ക് തന്നെ 2012 ഗിരീഷ് ചന്ദ്ര ദേശ്പാണ്ഡെ കേസിലും എന്ത് ചെയ്തിട്ടുണ്ട്, ഇവർ ഈ ഒരു RTIനെ വളരെയധികം രീതിയിൽ മാറ്റി വളച്ചൊടിച്ച് പറഞ്ഞിട്ടുണ്ട്. അതായത് 2012 ഗിരീഷ് രാമചന്ദ്ര ദേശ്പാണ്ഡെ വേഴ്സസ് ഈ ഒരു ചീഫ് ഇൻഫർമേഷൻ കമ്മീഷൻ പ്രകാരം ഈ കേസിൻ്റെ അകത്ത് ഒരു ഉദ്യോഗസ്ഥൻ്റെ ശമ്പള വിവരങ്ങൾ പോലും സ്വകാര്യ വിവരമാണെന്ന് എന്ത് ചെയ്തു, മാറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു സെക്ഷൻ
8 പ്രകാരം ചില കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, വിവരമായിട്ട് നൽകുന്നതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അതിൻ്റെ അകത്താണ് ഈ വ്യക്തിഗത വിവരങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വ്യക്തിഗത വിവരങ്ങളായിട്ട് ഉള്ള കാര്യങ്ങൾ ഒഴിവാക്കിയതാണ് ഈ ഒരു കേസിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ കേസ് പ്രകാരം പറഞ്ഞതെന്ന് വെച്ചാൽ ശമ്പള വിവരങ്ങൾ പോലും എന്തായിട്ട് സ്വകാര്യ വിവരമായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊരു വളരെയധികം RTIയുടെ ശക്തി എന്ത് ചെയ്യുന്നു, റൈറ്റ് ടു ഇൻഫർമേഷൻ, നമ്മുടെ ഒരു ഫണ്ടമെൻ്റൽ റൈറ്റിൽ നമുക്ക് അവകാശങ്ങൾ അറിയാനുള്ള ഒരു ഇതുണ്ട്, അതിനെ നിഷേധിക്കുന്ന രീതിയിലാക്കി മാറ്റിയായിരുന്നു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ അകത്ത് ഈ 2 കേസുകളിലായിട്ട് പറയുന്നത്. അതേ കണക്ക് തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആക്ട് കൊണ്ടുവന്നായിരുന്നു, ഡിജിറ്റൽ പേഴ്സണൽ ഡേറ്റ പ്രൊട്ടക്ഷൻ ആക്ട്. ഈ ആക്ട് പ്രകാരവും എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഈ RTI ആക്ടിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അധികാരങ്ങൾക്ക് എന്താണ് വ്യക്തിപരമാണെങ്കിൽ, അതായത് നൽകേണ്ട വിവരങ്ങൾ വ്യക്തിപരമാണെങ്കിൽ ഒഴിവാക്കാമെന്ന് ഈ ഒരു ഡിജിറ്റൽ പേഴ്സണൽ ഡേറ്റ പ്രൊട്ടക്ഷൻ ആക്ടിൻ്റെ അകത്തും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള പലതരത്തിലുള്ള ആക്റ്റുകളും കേസുകളും പ്രകാരം നമ്മുടെ ആർട്ടിക്കിൾ 19 അവകാശങ്ങളെ എന്ത് ചെയ്തു, ഹനിക്കുന്ന രീതിയിൽ RTI ആക്ടിനെ എന്ത് ചെയ്തിട്ടുണ്ട്, മാറി. അല്ലെങ്കിൽ RTI ആക്ടിലെ പല വിവരങ്ങളും നൽകുന്നതിൽ നിന്ന് നിഷേധിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, പൗരന്മാരുടെ എന്ത് ചെയ്തു, സ്വാതന്ത്ര്യത്തെ എന്ത് ചെയ്യുന്നു, ഹനിക്കുന്ന രീതിയിലായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ആർട്ടിക്കിളിൻ്റെ അകത്ത്, ഈ ഒരു എഡിറ്റോറിയലിൻ്റെ അകത്ത് പ്രധാനമായിട്ടും പറയുന്നത്. അപ്പോൾ ഈ RTI ആക്ട് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇതാണ്. ഒരു വ്യക്തിയുടെ വിവരങ്ങൾ അറിയുന്നതിനുള്ള എന്ത് ചെയ്യുന്നു, അവകാശത്തെ ഹനിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഇത് മാറിക്കൊണ്ടിരിക്കുന്നതെന്നാണ് ഈ ഒരു ആർട്ടിക്കിളിൻ്റെ അകത്ത് എന്ത് ചെയ്തിരിക്കുന്നത്, പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിനെ സംരക്ഷിക്കേണ്ടതിൻ്റെയും പൗരന്മാർക്ക് അവകാശങ്ങൾ അറിയുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു നിയമമാക്കി ഇതിനെ മാറ്റണം എന്നും നമുക്ക് ഈ ഒരു ആർട്ടിക്കിളിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. ഇതാണ് ഈ ഒരു 1ാമത്തെ ആർട്ടിക്കിളിൻ്റെ അകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. ഇനി 2ാമത്തെ ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ഫെൻസിങ് ഔട്ട് ഇൻ്റർഫെയ്ത്ത് റിലേഷൻഷിപ്പ് ഇൻ ദി ന്യൂ ഇന്ത്യ. അതായത് ഈ ഒരു ആർട്ടിക്കിളിൻ്റെ അകത്ത് പറയുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഈ UCC അല്ലെങ്കിൽ യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവന്നായിരുന്നല്ലേ, ഉത്തരാഖണ്ഡിൽ ആദ്യമായിട്ടൊരു യൂണിഫോം സിവിൽ കോഡ് പൂർണ്ണമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആർട്ടിക്കിളാണിത്. ഇത് നമ്മുടെ GS2 പേപ്പറിലെ യൂണിഫോം സിവിൽ കോഡ് ആർട്ടിക്കിൾ 44 എന്ത് ചെയ്യുന്നത്, യൂണിഫോം സിവിൽ കോഡിനെ പറ്റി പറയുന്നത്. ഇത് ഈ KS, PSC, UPSC പരീക്ഷയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയയാണ്. അപ്പോൾ അതിനെപ്പറ്റിയാണ് നമ്മൾ ഈ ഒരു ഇതിൻ്റെ അകത്ത് എന്ത് ചെയ്യാൻ പോകുന്നത്, പറയാൻ പോകുന്നത്. അപ്പോൾ 2025 ജനുവരി 27 ഉത്തരാഖണ്ഡിലാണ് ആദ്യമായിട്ട് എന്ത് ചെയ്തത്, UCC യൂണിഫോം സിവിൽ കോഡ് എന്ത് ചെയ്തത്, നടപ്പിലാക്കിയത്. സർക്കാർ ഇത് പറയുന്നതെന്ന് വെച്ചാൽ, ഇത് ലിംഗസമത്വവും മതപരമായ ഏകീകരണവും ഭരണകൂടത്തിൻ്റെ കാര്യക്ഷമതയും വർദ്ധിപ്പിക്കാൻ കഴിയുമെന്നാണ് സർക്കാർ ഇതിനായിട്ട് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിൽ അന്തർമത വിവാഹങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ഇതിൻ്റെ അടിയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട ലീഗൽ ആൻഡ് സോഷ്യൽ ബാരിയേഴ്സ് എന്താണെന്നാണ് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത്. അതായത് UCC നിയമം എന്ത് ചെയ്തിട്ടുണ്ട്, ഉത്തരാഖണ്ഡിൽ കൊണ്ടുവന്നു. അപ്പോൾ അതുമൂലം ഉണ്ടാകുന്ന ലീഗൽ ആൻഡ് സോഷ്യൽ ബാരിയേഴ്സിനെ പറ്റി നമ്മൾ നോക്കുമ്പോഴത്തേക്ക് എന്താണ് ആദ്യം പറയേണ്ടത്. ആദ്യം പറയുന്നതെന്ന് വെച്ചാൽ, അർബൻ ഫാമിലിയിൽ ഏകദേശം 5% 5% താഴെയാണ് ഈ ഒരു ഇൻ്റർഫെയ്ത്ത് മാരേജുകൾ നടക്കുന്നത്, അല്ലെങ്കിൽ അന്തർബന്ധ വിവാഹങ്ങൾ നടക്കുന്നതെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 5% താഴെ മാത്രമേ നടക്കുന്നുള്ളൂ. അത് എന്താണ് അതിനുള്ള പ്രധാന കാരണം, അതാണ് നമ്മളിനി താഴോട്ട് പറയുന്നത്. അതായത് സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം 1954 സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം നമ്മൾ ഒരു വിവാഹം കഴിക്കുന്നതിന് 30 ദിവസത്തിന് മുമ്പ് പബ്ലിക് നോട്ടീസ് എന്ത് ചെയ്യും, ഇടും. അപ്പോൾ ഇതെന്ത് ചെയ്യും, കുടുംബവും സമൂഹത്തിനും ഇതെന്ത് ചെയ്യും, ഇതിൻ്റെ അകത്ത് ഇടപെടാനുള്ള അവസരമല്ലേ ഇത് ഒഴുക്കി കൊടുക്കുന്നത്. അതായത് 30 ദിവസം നോട്ടീസ് ഇടുന്നതിലോടുകൂടി ഇതെന്ത് ചെയ്യും, മറ്റുള്ളവർ പെട്ടെന്ന് അറിയുകയും അത് പിന്നെ എന്ത് ചെയ്യാം, പലതരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് പോവുകയും ചെയ്യും. അതുപോലെ തന്നെ മതപരിവർത്തന നിയമം വന്നതിലോടുകൂടി ആൻറ്റി കൺവേർഷൻ ലോയിൻ്റെ അകത്ത് UP, ഉത്തരാഖണ്ഡ്, രാജസ്ഥാനിലും ഇങ്ങനെയുള്ള എന്ത് ചെയ്യുന്നുണ്ട്, നിയമമുണ്ട്. അപ്പോൾ ഈ നിയമം എന്ത് ചെയ്യും, പല രീതിയിലുള്ള പ്രക്രിയയിലൂടെ കടന്നു പോയി മാത്രമേ ഒരു വിവാഹത്തിലേക്ക് കടക്കാൻ പറ്റൂ എന്നുള്ള രീതിയിലേക്ക് മാറും. ഇത് മതങ്ങൾക്കിടയിലുള്ള ബന്ധങ്ങൾ തടസ്സപ്പെടുത്താൻ എന്ത് ചെയ്യും, കാരണമാകും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഇടയിലുള്ള പ്രധാന ലീഗൽ ആൻഡ് സോഷ്യൽ ബാരിയേഴ്സ് എന്ന് പറയുന്നത്. അതിൽ നിന്ന് നമ്മൾ ഇനി പോകുന്നത് UCCൻ്റെ അകത്തുള്ള ലിവ് ഇൻ റിലേഷൻസിൻ്റെ ഇമ്പാക്റ്റ് എന്തെന്നാണ് അടുത്ത് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് ഈ പുതിയ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളതെന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ലിവ് ഇൻ ബന്ധങ്ങൾ എന്ത് ചെയ്യണം, രജിസ്റ്റർ ചെയ്യണം. ഡിസ്ട്രിക്റ്റ് അതോറിറ്റിയിൽ എന്ത് ചെയ്യണം, ഒരു രജിസ്ട്രേഷൻ ചെയ്യണം. അത് മാൻഡേറ്ററി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ
കപ്പിൾ മസ്റ്റ് സബ്മിറ്റ് ഒഫീഷ്യൽ ഡോക്യുമെൻ്റ് എന്ത് ചെയ്യണം, സബ്മിറ്റ് ചെയ്യണമെന്നും പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ആധാർ, വാസസ്ഥലം, ബന്ധപ്പെട്ട തെളിവുകൾ എല്ലാം എന്ത് ചെയ്യണം, ഇതിൻ്റെ അകത്ത് ഹാജരാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഹാജരാക്കുന്നതോടുകൂടി കുടുംബാംഗങ്ങൾക്കും മത നേതാക്കൾക്കും ഇതിനെ പറ്റിയിട്ടുള്ള അറിവുകൾ എന്ത് ചെയ്യും, കിട്ടും. അത് അറിവുകൾ അല്ലെങ്കിൽ അവരെ അറിയിക്കണമെന്നും ഈ ഒരു നിയമത്തിൻ്റെ അകത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. അതേ കണക്ക് തന്നെ ലിവ് ഇൻ റിലേഷൻ രജിസ്റ്റർ ചെയ്യാത്തവർക്ക് ഏകദേശം 6 മാസം വരെ എന്ത് ചെയ്യാം, തടവും അതുപോലെ തന്നെ 25,000 രൂപ വരെ പിഴയും എന്ത് ചെയ്യാം, ഈടാക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ അകത്ത് പ്രധാനമായിട്ടുള്ള എന്തെന്ന് പറയുന്നത്, മാൻഡേറ്ററി ആയിട്ടുള്ള പ്രൊവിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രൊവിഷൻസ് വളരെയധികം പ്രശ്നങ്ങൾ എന്ത് ചെയ്യും, ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു മത പരിവർത്തന നിയമങ്ങൾ മത നേതാക്കളെ സ്വകാര്യ ബന്ധങ്ങളിൽ ഇടപെടാനും ഉള്ള ഒരു അവസരം എന്ത് ചെയ്യും, ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അതേ കണക്ക് തന്നെ ലിവിൻ ബന്ധം കുടുംബം അറിയാതെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, തുടരാൻ പറ്റത്തില്ല. കാരണം എന്താണ്, ഇതുവരെ അറിയിക്കണം, കുടുംബ ബന്ധത്തെയും കുടുംബങ്ങളെയും അതേ കണക്ക് തന്നെ മത നേതാക്കളെയും അറിയിക്കണമെന്ന് ഈ ഒരു ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് അറിയിക്കാതെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ലിവിൻ ബന്ധങ്ങൾ തുടരാൻ പറ്റത്തില്ല. അതോടുകൂടി അല്ലെങ്കിൽ കുടുംബങ്ങളെ അറിയിക്കുന്നതോടുകൂടി ഹോണർ കില്ലിങ് അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ദുരഭിമാനക്കൊലയും അതേ കണക്ക് തന്നെ കുടുംബ ഭീഷണിയൊക്കെ എന്ത് ചെയ്യാം, വർദ്ധിക്കാൻ കാരണമാവും. അതാണ് ഇതിൻ്റെ വളരെയധികം വലിയൊരു പ്രശ്നമെന്ന് പറയുന്നത്. അതേ കണക്ക് തന്നെ ഇതെന്ത് ചെയ്യാം, ഹിന്ദു മുസ്ലിം ബന്ധങ്ങളെ എന്ത് ചെയ്യാം, വളരെയധികം പ്രശ്നങ്ങളിലേക്ക് അല്ലെങ്കിൽ മതപ്രശ്നങ്ങളിലേക്ക് ഇതെന്ത് ചെയ്യാം, നയിക്കാമെന്നും ഈ ഒരു ആർട്ടിക്കിളിൻ്റെ അകത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, ഇല്ലാതാക്കണം. അതായത് UCC എന്ന് പറയുന്നത് എന്താണ്, യൂണിഫോം സിവിൽ കോഡാണ്. ആർട്ടിക്കിൾ 44 പ്രകാരം എല്ലാ ഏരിയയും ഒരു കേന്ദ്രീകൃത ഒരു നിയമത്തിൻ്റെ അടിയിൽ, ഏകീകൃത നിയമത്തിൻ്റെ അടിയിൽ കൊണ്ടുവരാനുള്ളൊരു നിയമമാണ് ഈ UCC എന്ന് പറയുന്നത്. അങ്ങനെ കൊണ്ടുവന്നാൽ മാത്രമേ ഒരു രാജ്യത്തിൻ്റെ ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു ഏകീകൃതമായിട്ടുള്ള ഒരു രീതിയിൽ നമുക്ക് രാജ്യത്തിനെ കൊണ്ടുപോകാൻ പറ്റൂ. അവിടെ അതിന് ആദ്യമായിട്ട് തുടക്കം കുറിച്ചതെന്ന് പറയുന്നത് ഉത്തരാഖണ്ഡാണ്. അപ്പോൾ ഈ ഉത്തരാഖണ്ഡ് എന്ന് പറയുന്ന സ്റ്റേറ്റിൽ ഇത് കൊണ്ടുവന്നതിൽ വളരെയധികം പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും അതിനെയെല്ലാം പരിഹരിക്കേണ്ടത് എന്താണ്, ആവശ്യമാണ്. ഈ നിയമത്തിലെ ചില കാര്യങ്ങൾ എന്ത് ചെയ്യണം, കൂടുതൽ ക്രോഡീകരിച്ച് അതിനെ ഒരു നയത്തിൻ്റെ രീതിയിൽ കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ഈ ഒരു നിയമത്തെ കൂടുതൽ വിജയത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റൂ. ഇനിയിപ്പോൾ രാജസ്ഥാനും ഗുജറാത്ത് പോലുള്ള സംസ്ഥാനങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ UCC ഫ്രെയിംവർക്ക് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം, പണ്ട് കാലത്തെ ഈ ഒരു ദക്ഷിണാഫ്രിക്കയും നാസി ജർമ്മനി നിയമങ്ങളിലൊക്കെ പോലെ ഉള്ള ഒരു രീതിയിലേക്ക് മാറാതെ എന്ത് ചെയ്യണം, ഇനി ഇന്ത്യയിൽ മതങ്ങൾ മാറി അല്ലെങ്കിൽ മതങ്ങൾ ഇൻ്റർ കാസ്റ്റ് പോലുള്ള മാരേജുകൾ കൊണ്ടുവന്ന് എന്ത് ചെയ്യണം, ഈ ഒരു നിയമത്തെ കൂടുതൽ എന്ത് ചെയ്യണം, ഏകീകരിക്കേണ്ടതുണ്ട്. അതാണ് ഈ ഒരു ആർട്ടിക്കിളിൻ്റെ അകത്ത് എന്ത് ചെയ്യുന്നത്, പറയുന്നത്. മതങ്ങൾ തമ്മിലുള്ള അടികളൊക്കെ കുറച്ച് അതുപോലെ തന്നെ മതസൗഹാർദ്ദത്തോടു കൂടി പോകണമെങ്കിൽ ഈ UCC നിയമം എന്ത് ചെയ്യും, വളരെയധികം സഹായിക്കാനും ഉണ്ട്. അതേ സമയത്ത് ഇതെന്താവാം, വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. ആ പ്രശ്നങ്ങൾ പരിഹരിച്ച് നേരായ രീതിയിൽ ഇതിനെ കൊണ്ടുപോവുകയാണെങ്കിൽ UCC നിയമം എന്താണ്, യൂണിഫോം സിവിൽ കോഡ് എന്താണ്, വളരെയധികം നല്ലൊരു കാര്യമാണ്. അപ്പോൾ അതൊക്കെയാണ് ഈ ഒരു ചർച്ചയിൽ എന്ത് ചെയ്തിരിക്കുന്നത്, ഈ ഒരു ആർട്ടിക്കിളിൻ്റെ അകത്ത് അല്ലെങ്കിൽ എഡിറ്റോറിയലിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്. അത് നിങ്ങൾ കൃത്യമായിട്ട് വായിച്ചു നോക്കുക. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ ടോപ്പിക്കായാലും ഇപ്പോൾ രണ്ടാമത് പറഞ്ഞ ടോപ്പിക്കായാലും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. RTA ആക്ട് ആയാലും UCC ആയാലും പരീക്ഷയ്ക്ക് വളരെയധികം ചോദിക്കുന്ന ഒരു ഏരിയയാണ്. മെയിൻസിൽ എന്ത് ചെയ്യാം, ചോദ്യം വരാവുന്നതാണ്. UCC നിയമത്തെ പറ്റി അടുത്തൊരു മെയിൻസ് പരീക്ഷയിൽ എന്ത് ചെയ്യാം, ചോദിക്കാം. RTA ആക്ട് ആയാലും ചോദിക്കാം. അപ്പോഴത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. ഞാൻ എൻ്റെ ക്ലാസ് എടുക്കുന്നതിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിലും നിങ്ങൾ ഇതിൻ്റെ അകത്ത് എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ പറയുക. എന്തെങ്കിലും ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ നെക്സ്റ്റ് വീഡിയോസിൽ നമ്മളത് ഇമ്പ്രൂവ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.